സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് നോമിനേറ്റ് ചെയ്തത്. സി സദാനന്ദൻ ഉൾപ്പെടെ 4 പേരെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അർജുൻ, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് ഇത്. കാരണം അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിൽ നമ്മൾക്കൊക്കെ അഭിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും അതെല്ലാം പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. നമുക്കിപ്പം സി കെ വിജയൻ കൂടി ചേരുന്നുണ്ട്. സി കെ വിജയൻ, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറെ അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയാണിത്. സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയൂ. RSSന്റെയും BJPയുടെയും അതിശക്തനായ കണ്ണൂർ ജില്ലയിലെ നേതാവായിരുന്നു സദാനന്ദൻ മാസ്റ്റർ. നമുക്ക് നേരത്തെ തന്നെ അറിയാം, RSSന്റെ ജില്ലാ കാര്യവാഹകായി പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹം അധ്യാപകൻ കൂടിയാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ ഒരു ജനുവരി 25-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും CPMന്റെ ഏതാനും പ്രവർത്തകർ രാഷ്ട്രീയ അക്രമത്തിൻ്റെയും മറ്റും ഭാഗമായി വെട്ടി അതിഗുരുതരമായി പരിക്കേൽക്കുന്നു. അദ്ദേഹം ആ സമയത്ത് യഥാർത്ഥത്തിൽ കല്യാണം നിശ്ചയിച്ച് കല്യാണത്തിലേക്ക് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ വലിയ വൈകാരിക പ്രശ്നമാവുകയും BJP RSS കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അത് വലിയ സംസാര വിഷയമാവുകയും ചെയ്തു. പിന്നീട് അപ്പോഴും അദ്ദേഹത്തിൻ്റെ യാതൊരു രീതിയിലുള്ള മനോവീര്യവും തകരാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കുകയും BJPക്കൊപ്പം അതിസജീവമായി പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ RSSന്റെ യഥാർത്ഥ ശിക്ഷണവും മനോനിലയും ഒക്കെയുള്ള അതിശക്തനായ ഒരു നേതാവാണ്. ആ നേതാവിനാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് ഒരു അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ണൂരിലുള്ള പലരോടും സംസാരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ എല്ലാവർക്കും അതിലൊരു സന്തോഷമാണ്. കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായോ വിഭാഗീയതയുടെ ഭാഗമായോ ഒന്നും കാണുകയോ ആ രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ണൂരിലില്ല. കാരണം കണ്ണൂരിലെ BJPയുടെയും RSSന്റെയും പ്രവർത്തകർക്കെല്ലാം തന്നെ വളരെ പ്രിയപ്പെട്ട നേതാവാണ് സദാനന്ദൻ മാസ്റ്റർ. അപ്പോൾ സദാനന്ദൻ മാസ്റ്റർക്ക് ഒരു രാജ്യസഭാ അംഗത്വം കിട്ടുന്നു, അല്ലെങ്കിൽ നോമിനേഷൻ കിട്ടുന്നു എന്നത് അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടിയാണ് BJPയുടെയും RSSന്റെയും പ്രവർത്തകരെല്ലാം തന്നെ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പണയം വെച്ച ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള ചില സഹതാപവും സെൻറ്റിമെൻറ്റ്സും എല്ലാം തന്നെ അദ്ദേഹത്തോടു കൂടി ഉണ്ട്. സ്വാഭാവികമായും അതെല്ലാം തന്നെ പരിഗണിച്ചിട്ടുണ്ട്. മാത്രമല്ല ദേശീയ നേതൃത്വവുമായി വളരെ അടുപ്പമുള്ള ആളാണ്. പലപ്പോഴും ഏതൊക്കെ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുള്ള പദവികൾ ലഭിക്കണമോ ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹത്തെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം തന്നെ വളരെ രീതിയിൽ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂത്തുപറമ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് കാലം അവിടെ CPM RSSും തമ്മിലുള്ള ഗുരുതരമായ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉടലെടുത്ത സ്ഥലമാണ്. ഒട്ടേറെ പേർ മരിക്കുന്നു, ഒട്ടേറെ പേർക്ക് വെട്ടേൽക്കുന്നു. നിരന്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് അദ്ദേഹം താമസിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ശരിക്കും മട്ടന്നൂർ മേഖലയിൽ ആണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശമെങ്കിലും പ്രവർത്തന മേഖലയെല്ലാം തന്നെ കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പിൽ താമസിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണം നടക്കുകയും അത്ഭുതകരമായി അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സി കെ വിജയൻ, അതേപോലെ തന്നെ ഈ ഒരു 30ാമത്തെ വയസ്സിൽ ഈ ഒരു കാലുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള അദ്ദേഹം ആ ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നത്, അതായത് ശാന്തമായും വളരെ നിസ്സംഗതയോടുകൂടിയുമൊക്കെ ആ പറച്ചിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഉരുക്കു പോലെയുള്ള ഒരു മനക്കരുത്ത് എടുത്തു പറയേണ്ടത് തന്നെയാണല്ലേ? തീർച്ചയായും അതെ. 1994 ജനുവരി 25-ാം തീയതിയാണ് അദ്ദേഹത്തിന് ഈ രീതിയിലൊരു രാഷ്ട്രീയ അക്രമം നേരിടേണ്ടി വന്നത്. ആ രാഷ്ട്രീയ അക്രമത്തിന് ശേഷം അങ്ങോട്ട് ചികിത്സ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം വീൽചെയറുകളിലും മറ്റു ഊന്നുവടികളിലുമൊക്കെയായി അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്തു. പിന്നീട് കൂത്തുപറമ്പിൽ അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നു. ആ മത്സരം അദ്ദേഹത്തെ കുറേ കൂടി ജനങ്ങളുമായി അടുത്ത ബന്ധത്തിലെത്തുകയും അത് അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു ജീവിക്കുന്ന രക്തസാക്ഷി എന്ന രീതിയിലുള്ള ഒരു പരിവേഷം അദ്ദേഹത്തിന് എപ്പോഴുമുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹം സംസാരിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായി ഇടപഴകുന്നതുമെല്ലാം അങ്ങേയറ്റത്തെ പക്വതയോടുകൂടിയും ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോടോ അങ്ങേയറ്റത്തെ വൈരാഗ്യമോ അല്ലെങ്കിൽ അത്തരം വെറുപ്പുകളോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഷയിലോ പ്രവർത്തനത്തിലോ ഒന്നും തന്നെ പ്രകടമായിട്ടില്ല. പൊതുവിൽ ആ നാട്ടിലെല്ലാം തന്നെ രാഷ്ട്രീയമായി ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ പൊതുവിൽ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. 30ാമത്തെ വയസ്സിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹം തീരുമാനിച്ചത്.
തീരുമാനിക്കുന്നു. ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഉള്ള ആ സമയത്താണ്, അങ്ങനെ നിശ്ചയത്തോട് അടുത്ത് നിൽക്കുന്ന ആ സമയത്താണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നേരെ ആക്രമണം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ 2 കാലിനും അതിഗുരുതരമായി വെട്ടേൽക്കുകയും പിന്നീട് മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്ത അവസ്ഥയുണ്ടായിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന് ഈ കല്യാണം പറഞ്ഞു വെച്ച പെൺകുട്ടി അതിൽ നിന്ന് ഒഴിയുമെന്നൊക്കെയായിരുന്നു ആൾക്കാരൊക്കെ കരുതിയിരുന്നത്. പക്ഷേ അവരെല്ലാം തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് അങ്ങനെ കല്യാണം നടക്കുകയും കുടുംബജീവിതത്തിലേക്കൊക്കെ അദ്ദേഹം വരികയും ചെയ്തു. കൂത്തുപറമ്പ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം തന്നെ പലതവണ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തതാണ്. വളരെ പക്വതിയായ മനുഷ്യൻ, വളരെ നല്ല രീതിയിൽ ആളോട് പെരുമാറുന്ന ഒരാൾ. പക്ഷേ അപ്പോഴെല്ലാം തന്നെ അദ്ദേഹം RSSൻ്റെ അതിശക്തനായ നേതാവായിരുന്നു. ആ സമയം തന്നെ 30ാമത്തെ വയസ്സിൽ ജില്ലാ കാര്യവാഹകൻ എന്നൊക്കെ പറയുന്നത് വലിയ പദവിയാണെന്ന് നമുക്കറിയാം. അത്തരത്തിലൊരു പദവി വഹിച്ച ഒരു ശക്തനായ രാഷ്ട്രീയ RSS നേതാവാണ്. ഒരുപക്ഷെ BJP നേതാവ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു RSS നേതാവ് എന്ന് പറയുന്നതായിരിക്കും അദ്ദേഹത്തെ കുറെ കൂടി ഉചിതം. പിന്നീട് അദ്ദേഹം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ പല പദവികളിലേക്കും അദ്ദേഹത്തെ കേന്ദ്രം അല്ലെങ്കിൽ BJPയുടെ RSSന്റെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പരിഗണിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷവുമാണ്, ആർക്കും തന്നെ അതൃപ്തിയും ഉണ്ടായിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന് അത്തരത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് അറിയുന്നപ്പോൾ വലിയ സന്തോഷമാണ് ഈ കണ്ണൂർ ജില്ലയിലും പ്രത്യേകിച്ച് കൂത്തുപറമ്പ് മേഖലയിലുള്ള ആൾക്കാരെല്ലാം തന്നെ പ്രകടിപ്പിക്കുന്നത്.